ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു നെമ്മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ നെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു 3/4 കിലോളം നെമ്മീൻ കിട്ടിയിട്ടുണ്ട്. 3/4 കിലോളം നെമ്മീനാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അടുപ്പ് കത്തിച്ചു, അടുപ്പിലേക്ക് വെച്ചു. വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് എണ്ണ ഒഴിക്കാം ആവശ്യത്തിന്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അടുത്ത നമുക്ക് കടുകിടാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. ഇത് ഇച്ചിരി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ചെറിയ പീസാകാം. ഒരു പീസ് മീനെ രണ്ടാക്കാം. ഇത് കുറച്ച് വലിയ പീസായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ വേണ്ടുന്ന സാധനങ്ങൾ കാണിക്കാം. ഏകദേശം 2 ബൗളോളം വരും. കൊച്ചുള്ളിയാണ് കേട്ടോ. ഒരു 25 കൊച്ചുള്ളി ഉണ്ട്. സിമ്മിലാക്കി കൊടുത്തിട്ട് ആദ്യം കൊച്ചുള്ളി ഇടുകയാണ്. 2 ബൗള് കൊച്ചുള്ളി, ഒരു 25ഓളം കൊച്ചുള്ളി ഉണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഇളകി കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ഇടയ്ക്ക് കീറിയ കേട്ടോ. പിന്നെ കറിവേപ്പില. ഉള്ളി കുറച്ചൊന്ന് മൂത്തതിന് ശേഷം, കുറച്ചൊന്ന് എണ്ണയിലൊന്ന് മൂത്തതിന് ശേഷമാണ് അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട്. അടുത്തത് ഇഞ്ചി, ഒരു ടേബിൾ സ്പൂൺ. കുഞ്ഞായിട്ടായിരുന്നു കേട്ടോ, കുഞ്ഞായിട്ടായിരുന്നതാണ്. ചതച്ചെടുത്താലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. നന്നായിട്ട് ഇളക്കുക. ഉള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിലിരുന്ന് നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് കാണുന്നത് വരെ നമ്മളൊന്ന് ഇളക്കണം. എണ്ണ തെളിഞ്ഞ് കാണാറാകുമ്പോഴത്തേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ചെറിയ തക്കാളിയും കൂടി ഇട്ട് ഇളക്കണം. നല്ല പഴുത്ത ടൊമാറ്റോ ആയിരിക്കണം. അപ്പോൾ മസാല ഇടാനുള്ള പരുവമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, തീ കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും.
ചെറിയ തീയിലിട്ട് വേണം മസാല മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ മസാലയിൽ നിന്നും എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഞാൻ ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി ഒഴിക്കാനുള്ളത്. ഇത് നന്നായിട്ട് ഇളകിയിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഇനി ഈ മസാലയുടെ ഇത് നന്നായിട്ട് തിളയ്ക്കണം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ മീൻ തിളച്ച ശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നെ വേണ്ടത് ഉപ്പിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി മീനിൻ്റെ പീസ് ഇട്ടെടുക്കാം. മീൻ മുഴുവൻ ഇട്ട് കഴിഞ്ഞു. മീൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അടയ്ക്കുക. ഇനി ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് കൊടുത്ത് കുറച്ച് സിമ്മിൽ വെച്ച് ഇനി വേവട്ടെ. അപ്പോൾ മീൻ വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മീൻ്റെ കറക്റ്റ് വറ്റി റെഡി ആയിട്ടുണ്ട്. മസാലയ്ക്ക് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.